ഇൻസൈറ്റ് ഓൺലൈൻ വിപാസന പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം. ഇത് ഇൻസൈറ്റിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്, സെഷനാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ടറി ആയിട്ട് സംസാരിച്ചതിന് ശേഷം വിപാസന പ്രാക്ടീസിലേക്ക് നമ്മൾ പോകുന്നതാണ്. നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും, ഇന്നലെ കേരള നിയമസഭ നിർത്തിവെച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം, വർദ്ധിച്ചു വരുന്ന അക്രമവാസനകള്, മറ്റ് സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒരു ചർച്ച അവർ നടത്തി. ആ ചർച്ചയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ ചെറുക്കണം, എതിർക്കണം, അല്ലെങ്കിൽ ഇതിനെ പരിഹരിക്കണം എന്ന് പറഞ്ഞു. എങ്കിലും ക്രിയാത്മകമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആർക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. പ്രതിപക്ഷം അതിനുവേണ്ടി തന്നെ ഭരണപക്ഷത്തിനെ വിമർശിക്കുകയും ചെയ്തു. ഭരണപക്ഷത്തിന്റെ പക്കൽ വ്യക്തമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ല എന്നുള്ളത്. കാരണം പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ അക്രമവാസനകൾ അല്ലെങ്കിൽ അഡിക്ഷനുകൾ, അല്ലെങ്കിൽ മുതിർന്നവരിലാണെങ്കിലും ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു പദ്ധതി ആർക്കും ആവിഷ്കരിക്കാൻ സാധിക്കുള്ളൂ. നിർഭാഗ്യവശാൽ അത്തരം ഒരു പഠനമോ അല്ലെങ്കിൽ അത്തരം ഒരു അറിവോ നമ്മുടെ സമൂഹത്തിൽ നമുക്കിന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബാധിച്ചു. ഇതിനിടയ്ക്ക് നമ്മളൊരു വീഡിയോ കണ്ടു. ഒരു താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൽ, സഹപാഠികൾ കൊന്നതിൽ ഒരു ടീച്ചർ അവരുടെ ആത്മരോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടു. ശിക്ഷ കൂട്ടണം, കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു പരിഹാരം അവർ നിർദ്ദേശിക്കുന്നതാണ്. പക്ഷെ ഈ ശിക്ഷ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഒരു ആക്ഷൻ മാത്രമാണ്. ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ളിലാണെന്നാണ്. ആ ഇഷ്ടാനിഷ്ടങ്ങളെ ശിക്ഷ കൊണ്ട് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ശിക്ഷ ഭയന്ന് അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ളിൽ ഒതുക്കി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാം എന്നുള്ളതല്ലാതെ ഉള്ളിൽ നിന്ന് ആ ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇപ്പോ അഡിക്ഷനെ പേടിച്ച് അല്ലെങ്കിൽ ശിക്ഷയെ പേടിച്ച ഒരാള് മദ്യം കഴിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നില്ല എങ്കിലും മദ്യം കഴിക്കാനുള്ള അയാളുടെ ഇഷ്ടവും അയാളുടെ താല്പര്യവും അയാളുടെ ഉള്ളിൽ നിന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്നത് ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു കറക്ഷനാണ് വേണ്ടത്. കുട്ടികളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്ന കറക്ഷൻ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് സ്വഭാവം രൂപപ്പെടുന്നത്? സ്വഭാവം രൂപപ്പെടുന്നത് അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നാണ്. ഓരോന്നിനോടും അവർക്കുള്ള ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അതിനെ ആസ്പദമാക്കി അത് മെന്റൽ ഹാബിറ്റുകളായി, ശീലങ്ങളായി മാറുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടവും അനിഷ്ടങ്ങളും ഉള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതിൽ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരാൾക്കുള്ളിൽ ഉണ്ടാവണമെങ്കിൽ അയാളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു അറിവ് അയാൾക്കുണ്ടാവണം. ഏതൊക്കെ ഞാൻ എടുക്കണം, ഏതൊക്കെ എടുക്കേണ്ട എന്നുള്ള ഒരു വേർതിരിച്ചറി അറിയാനുള്ള ഒരു വിവേചനത്തിനുള്ള ഒരു അറിവ് അയാൾക്കുണ്ടാവണം. മനസ്സിൽ ഹാബിറ്റുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശ്വാസം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫീലിങ്ങുകൾ, അതിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണങ്ങൾ. അപ്പോൾ ഫീലിങ്ങിന്റെ അവിടെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഫീലിങ്ങിലാണ് നമ്മൾ ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ ശീലമുണ്ടാക്കുക. അപ്പൊ ഈ ഫീലിങ്ങുകളുടെ ആ ഒരു സ്ഥലത്താണ് കറക്ഷൻ നടത്തേണ്ടത്.
ഒരു നല്ല ഫീലിംഗ് വരുമ്പോൾ അത്തരം ഫീലിംഗ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ഇഷ്ടം തോന്നും. ഇഷ്ടമില്ലാത്ത ഒരു ഫീലിംഗ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനിടയാക്കിയ കാര്യങ്ങളൊക്കെ അയാൾക്ക് അനിഷ്ടമുണ്ടാകും. അങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അത് പിന്നീട് പല തവണ ആവർത്തിക്കുമ്പോഴാണ് മെന്റൽ ഹാബിറ്റുകളായി മാറുന്നത്. അത്തരം കാര്യങ്ങളോട് പെർമനന്റ്ലി അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അങ്ങനെയാണ് അഡിക്ഷനുകൾ ഉണ്ടാകും. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കില്ല. അയാളുടെ ശരീരത്തിൽ ഉണ്ടായ ഫീലിങ്സിനെ ആസ്പദമാക്കിയാണ് അയാളുടെ ശീലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കറക്ഷൻ ഉണ്ടാക്കേണ്ടതും അയാൾക്ക് മാത്രമേ സാധിക്കൂ. കാരണം മറ്റൊരാൾക്ക് അയാളുടെ ഫീലിങ്സ് അറിയാൻ സാധിക്കില്ല. ആ ഫീലിങ്സിനോടുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി ആ ഒരു ശീലത്തെ കറക്റ്റ് ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ട് ഇത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവാണ്. ഇത് വിദ്യാഭ്യാസത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഇത് തുടങ്ങേണ്ട ഒരു പാഠ്യപദ്ധതിയാണ്. സ്കൂളിൽ നമ്മൾ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവനവന്റെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പൊ സ്കൂളുകളിലെ ഒരു സെഷൻ അല്ലെങ്കിൽ ഓരോ പീരീഡുകൾ, ഓരോ ദിവസവും അവനവന്റെ മനസ്സിനെ പഠിക്കാനുള്ള സാധനയ്ക്ക് വേണ്ടി, വിഭാസനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള സെഷനുകൾ ഉണ്ടാക്കുകയും അങ്ങനെ തലമുറയെ കൃത്യമായി വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ക്രിയാത്മകമായ ഒരു പദ്ധതി, പ്ലാൻ ഓഫ് ആക്ഷൻ. ഇതറിയാതെ നമ്മൾ പുറത്തുനിന്നുള്ള പ്രഷറുകളോ, പുറത്തുനിന്നുള്ള ശിക്ഷകളോ, പുറത്തുനിന്നുള്ള കാര്യങ്ങളോ കൊടുത്താൽ ഒരിക്കലും ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് അയാളുടെ ഉള്ളിലുള്ള അയാളുടെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ക്രിയാത്മകമായ ഒരു പരിഹാര പദ്ധതി ആവിഷ്കരിക്കാൻ സാധിക്കാഞ്ഞത് എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമാകും. കാരണം ഉള്ളിൽ ഹാബിറ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നത് വിഭാസനയിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെഡിറ്റേഷനിലൂടെ മാത്രമാണ് സാധിക്കുന്നത്. അത് കേരളത്തിൽ അത്ര പ്രചാരത്തിലായിട്ടില്ല, ആൾക്കാർക്ക് അത് പരിചിതമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാധ്യത നിലവിലുണ്ട് എന്ന് ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ സമൂഹത്തിനോ അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു പാഠ്യപദ്ധതിയാണ് നമ്മൾ ഇൻസൈറ്റിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിനെ രക്ഷിക്കാൻ, നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കാൻ, അവരവരുടെ മനസ്സുകളെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഇതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുമെന്നും സഹകരിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാക്ടീസിലേക്ക് കിടക്കാം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ തുടക്കമിടുകയായിരുന്നു. നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഒബ്സർവേഷനിലേക്ക് നമ്മൾ തുടക്കമിടുകയായിരുന്നു. ഇന്നും അതേ കാര്യം തന്നെയാണ് നമ്മൾ മുമ്പോട്ട് ശീലിക്കുന്നത്. കാരണം ഇന്നലത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും നമുക്ക് ആ ഒരു പ്രാക്ടീസ് പൂർണ്ണമായും കരസ്ഥമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറി മാറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ശ്വാസത്തിലുള്ള ഫോക്കസ് കൂടി വരുമ്പോൾ ചിന്തകളിലുള്ള മനസ്സിന്റെ പായൽ, അല്ലെങ്കിൽ മനസ്സ് പാഞ്ഞുകൊണ്ട് ചിന്തകളിലേക്ക് പോകുന്ന പ്രവണത കുറഞ്ഞു വരുന്നു. അങ്ങനെ വരുമ്പോൾ ശരീരത്ത് കൂടുതലായി നമുക്ക് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഒബ്സർവേഷൻ കൂടുതൽ നേരം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻ, അല്ലെങ്കിൽ സംവേദനകൾ, അല്ലെങ്കിൽ ഫീലിങ്ങുകളെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ശീലങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമാകും. അപ്പോഴാണ് നമുക്ക് കറക്ഷൻ നടത്തി നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പ്രാക്ടീസിലേക്ക് പോവുകയാണ്. ബെല്ലടിക്കുന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയും ചെയ്യാം. എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുക. സാവധാനം കണ്ണടയ്ക്കുക. അതിനുശേഷം
ദീർഘമായി ഒരു 3 തവണ ശ്വാസോച്ഛ്വാസം എടുക്കുക. ഷോൾഡറിനെ ഫ്രീ ആക്കി ഇടുക. സാവധാനം നമ്മുടെ ഫോക്കസ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ പ്രക്രിയയിലേക്ക് കൊണ്ടുവരിക. ശ്വാസോച്ഛ്വാസം, അതിന്റെ സ്പീഡ്, അത് നമ്മുടെ മൂക്കിനുള്ളിൽ സ്പർശിക്കുന്ന സ്പർശനം, മൂക്കിലേക്ക് കയറുന്ന വായുവിന്റെ തണുപ്പ്, പുറത്തേക്ക് വരുന്ന ഉച്ഛ്വാസ വായുവിന്റെ ചൂട്, അതുപോലെ മൂക്കിലേക്ക് ശ്വാസം കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ നേരിയ ശബ്ദം, പിന്നെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിവിഗതികൾ, അതെല്ലാം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുമ്പോൾ അറിയാതെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ചിന്തകളിലേക്ക് പാളിപ്പോവാം. ആ ചിന്തകളിൽ നിന്ന് തിരിച്ച് ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക മനസ്സിനെ. ഷോൾഡറും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ആയിരിക്കണം. ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന പ്രക്രിയ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ നിങ്ങൾ നില ഉറപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചിന്തകളിലല്ല നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്, ശ്വാസത്തിലാണ് നിങ്ങൾ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നത്. ശ്വാസം ഇപ്പോൾ നടക്കുന്ന, പ്രസന്റിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ചിന്തകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നുകിൽ പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക്, ഒന്നുകിൽ ഭൂതകാലത്തിലേക്ക് അല്ലെങ്കിൽ ഭാവി കാലത്തിലേക്ക് ആയിരിക്കും ചിന്തകൾ, പ്രസന്റിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ചിന്തകൾ നമ്മളിൽ നിന്ന് ദൂരെയായിരിക്കും. ചിന്തകൾക്ക് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. എന്നിരുന്നാലും നമ്മുടെ ശീലങ്ങൾ മുഖാന്തരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാതെ ചിന്തകളിൽ വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസത്തിൽ തന്നെ നിലയുറപ്പിക്കുക. അപ്പോൾ ചിന്ത ഇങ്ങനെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ
സ്ഥിരമായി ഇങ്ങനെ പ്രവർത്തിക്കുന്ന, നമ്മൾ ചെയ്താലും നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും തനിയെ പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് നമുക്ക് വ്യക്തമാകും. പ്രാക്ടീസ് നമ്മൾ കൂട്ടി കൊണ്ടുപോകുന്നതോറും ചിന്തകളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ചിന്തകളിൽ നിന്ന് ഒരു അകലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശ്വാസത്തിന്റെ ഗതി, ശ്വാസത്തിന്റെ സ്പർശനം, ശ്വാസത്തിന്റെ ചൂടോ തണുപ്പോ, ശ്വാസത്തിന്റെ ശബ്ദം, പിന്നെ മൂക്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തരിപ്പോ ചൂടോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ശ്വാസത്തെ നിങ്ങൾ ബലം പിടിക്കാൻ, അതിൻ്റെ ശക്തി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ശ്രമിക്കേണ്ട. സ്വാഭാവികമായ രീതിയിൽ അത് നടന്നു പോയിക്കോട്ടെ. അതിനെ ശ്രദ്ധിക്കുക മാത്രമാണ് നമ്മുടെ ആവശ്യം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്തോറും ശ്വാസത്തിൽ മനസ്സ് നിലയുറപ്പിക്കുന്ന സമയം കൂടിക്കൂടി വരികയും ചിന്തകളിലേക്കുള്ള ഓട്ടം കുറഞ്ഞു വരികയും ചെയ്യും. ചിലപ്പോൾ ശ്വാസം നമ്മുടെ മേൽചുണ്ടിൽ മുട്ടുന്ന, അതായത് തിരിച്ചു വിടുന്ന ശ്വാസം നമ്മുടെ മേൽചുണ്ടിൽ മുട്ടുന്നത് ചിലപ്പോൾ നമുക്ക് നല്ല ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും.
അതോടൊപ്പം മൂക്കെന്ന ആ അവയവത്തിൽ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഈ സ്പർശനം കൂടാതെ, ചൂടും തണുപ്പും കൂടാതെ, മൂക്ക് എന്ന് പറയുന്ന അവയവത്തിൽ ആ ഒരു ത്രികോണാകൃതിയിൽ എന്തെങ്കിലുമൊക്കെ തരിപ്പോ, വിയർപ്പോ, ചൂടോ, തണുപ്പോ, വേദനയോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ശരീരത്തേക്കുള്ള ഫീലിങ്സിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. തുടക്കം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മൂക്കിൽ തന്നെയാണ് നമ്മൾ തുടക്കം ഇടുന്നത്. പിന്നീട് അത് മുഖമാകെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും. അതുപോലെ കൈകളുടെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിലും പിന്നെ ശരീരമാസകലവും നമുക്ക് ശരീരം മുഴുവനായി തന്നെ ഓരോ വൈബ്രേഷൻസും ഓരോ ഫീലിങ്സും ഉള്ളതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയെത്തും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ശ്വാസത്തിലുള്ള ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഷാർപ്നെസ് ആവശ്യത്തിനായി എന്നാണ്. എന്തായാലും ഇപ്പോൾ ശ്വാസോച്ഛ്വാസത്തിലുള്ള ആ ഫോക്കസ് നിങ്ങൾ തുടരുക. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിപ്പോകാതിരിക്കാൻ വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരിക. നമ്മുടെ ശ്വാസത്തിൻ്റെ എല്ലാ വശങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ശ്വാസം വളരെ മന്ദഗതിയിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ശ്വാസത്തിൻ്റെ സ്പീഡല്ല ഇപ്പോൾ ഉള്ളത്. മനസ്സും അതിനനുസരിച്ച് ശാന്തമായിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാവും. മനസ്സ് ശാന്തമാവുമ്പോൾ ശ്വാസവും ശാന്തമാവും. മനസ്സ് അസ്വസ്ഥമാവുമ്പോൾ ശ്വാസവും അസ്വസ്ഥമാവും. മനസ്സിൻ്റെ എല്ലാ ചെറിയ ചെറിയ വേരിയേഷൻസും ശ്വാസത്തിലും റിഫ്ലക്റ്റ് ചെയ്യും.
കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഓരോ ചിന്തയ്ക്കനുസരിച്ചും ശരീരത്ത് ഓരോരോ വൈബ്രേഷൻസ് മാറി മറിയുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്വാസത്തിൻ്റെ എല്ലാ വശങ്ങളും, ശ്വാസത്തിൻ്റെ സ്പീഡ്, ഉള്ളിലേക്കുള്ള അതിൻ്റെ യാത്ര, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു പോസ്, അതിനുശേഷം പുറത്തേക്ക് ശ്വാസം പോകുന്നത്, പിന്നീട് ഉണ്ടാകുന്ന ഒരു പോസ്, അതിൻ്റെ ആ ക്രമം, അതോടൊപ്പം ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്കിനുള്ളിൽ സ്പർശിക്കുന്ന സ്പർശനം, അതുപോലെ തന്നെ നമ്മുടെ ശ്വാസത്തിലേക്ക് ഉള്ളിലേക്ക് പോകുന്ന വായുവിൻ്റെ തണുപ്പ്, പുറത്തേക്ക് പോകുന്ന വായുവിൻ്റെ ചൂട്, ശ്വാസം പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ടാകുന്ന നേരിയ ശബ്ദം തുടങ്ങിയ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ മൂക്ക് എന്ന് പറയുന്ന ആ അവയവത്തിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ്, സെൻസേഷൻസ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് തുടങ്ങി ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഫോക്കസ്, അറ്റൻഷൻ, ഒബ്സർവേഷൻ നിലനിർത്തുക. ചിന്തകളിലേക്ക് പാറിപ്പോകുന്നത് തിരിച്ചു കൊണ്ടുവരിക, ശ്വാസത്തിലേക്ക് തന്നെ അറ്റൻഷനെ തിരിച്ചു കൊണ്ടുവരിക. ഉറക്കമോ മയക്കമോ തോന്നുന്നുണ്ടെങ്കിൽ അതും മറ്റൊരു ഡിസ്ട്രാക്ഷനാണ്. അതുപോലെ ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം നമ്മുടെ മേൽ ചുണ്ടിൽ തട്ടുന്നത്, സ്പർശിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും കോൺസെൻട്രേഷൻ തുടരുക.
മനസ്സിനകത്ത് ചില സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതും ഒരു തരം ഡിസ്ട്രാക്ഷനാണ്. അതിൽ നിന്നും മനസ്സിനെ തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുപോവുക. അരമണിക്കൂർ മാത്രമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കൃത്യം അരമണിക്കൂർ ആകുമ്പോൾ ബെല്ല് റിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കണ്ണു തുറക്കാം. അതുവരെ കൃത്യമായി ഈ ഒരു ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ചിന്തകളിൽപ്പെട്ട് എപ്പോഴും ഓടിക്കൊണ്ടിരുന്നതിനാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയോ നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്ങുകളെയോ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതിന് സമയം കിട്ടുകയാണ്. ചിന്തകളിൽ നിന്ന് മനസ്സിനെ വിടുവിച്ച് മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് ഇറങ്ങുകയാണ്. നേരത്തെ തൊട്ടേ പ്രാക്ടീസ് ചെയ്തു വന്നിട്ടുള്ളവർക്ക് ചിലപ്പോൾ ശരീരത്തിൽ മൊത്തത്തിലുള്ള വൈബ്രേഷൻ കിട്ടിത്തുടങ്ങുന്നുണ്ടാവാം. പുതുതായി വന്നവർക്ക് കോൺസെൻട്രേഷൻ അത്ര ഇല്ല എങ്കിൽ ശരീരത്തിലെ ഫീലിങ്സ് കിട്ടാൻ ആയിട്ടില്ല. അവർ ആനപാനസതി അല്ലെങ്കിൽ ശ്വാസത്തിൽ തന്നെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക. അപ്പോൾ തനിയെ ശരീരത്തിലുള്ള ഫീലിങ്സ് ക്ലിയർ ആയി നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. ഷോൾഡറിൽ ഒട്ടും ബലം ഉണ്ടാവാൻ പാടില്ല. റിലാക്സ്ഡ് ആയിരിക്കണം. മനസ്സ് കൂടുതൽ നേരം പ്രസന്റിൽ നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ദൃഢത, അതിൻ്റെ കട്ടി വർദ്ധിക്കും. മനസ്സ് കൂടുതലായി ചിന്തകളിലേക്ക് പാഞ്ഞു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൻ്റെ ബലം, അതിൻ്റെ ദൃഢത കുറയും.
ചിന്തകളിലേക്ക് ഓടിപ്പോകുന്ന മനസ്സിനെ വീണ്ടും പ്രസന്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് ശ്വാസം. ഇപ്പോൾ ചിന്തകളെയും ശ്വാസത്തിനെയും മാറി നിന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാനുള്ള ഒരു കഴിവാണ് കിട്ടുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സിനെയും ഇതുപോലെ തന്നെ മാറി നിന്ന് വീക്ഷിക്കാനുള്ള ഒരു കഴിവ് കിട്ടും. അതോടൊപ്പം ആ ഓരോ ഫീലിങ്ങിനോട് മനസ്സ് പ്രതികരിക്കുന്ന സ്വഭാവത്തെയും നിങ്ങൾക്ക് മാറി നിന്ന് വീക്ഷിക്കാനുള്ള കഴിവ് കിട്ടും. അങ്ങനെ ഈ 4 കാര്യങ്ങൾ, ചിന്ത, ശ്വാസം, ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സ്, അതിനോട് മനസ്സ് കാണിക്കുന്ന പ്രതികരണങ്ങൾ, ഈ 4നെയും മാറി നിന്ന് വീക്ഷിക്കാനുള്ള, നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ്, ഡിറ്റാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ്, അതിനാണ് വിപස්සന എന്ന് പറയുന്നത്. നിങ്ങൾ മാറി നിന്നതിനെയൊക്കെ വീക്ഷിക്കുമ്പോൾ ഇതൊന്നും നിങ്ങളെ വലിച്ചുകൊണ്ട് പോവില്ല. ചിന്തകളിൽ നിന്ന് തന്നെ ആദ്യപടിയായി മനസ്സിനെ വിടുവിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രമകരമായ ഒരു പരിപാടി. അതിന് നല്ല ശ്രമം ആവശ്യമുണ്ട്. ഇത്രയും കാലം നമ്മൾ നമ്മുടെ ചിന്തകളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിന്തകൾ പോകുന്നിടത്തൂടൊക്കെ നമ്മളെ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തകളെ മാറി നിന്ന്, നമ്മൾ ശ്വാസത്തിൽ നിന്നുകൊണ്ട് ചിന്തകളെ മാറി നിന്ന് കാണാനുള്ള കഴിവാണ് ആർജിക്കുന്നത്. അതൊരു ചെറിയ കഴിവല്ല. പ്രസന്റിൽ കൂടുതൽ നേരം നിൽക്കുമ്പോൾ ചിന്തകൾ തനിയെ ദൂരെ മാറി മാറി പോയിക്കൊള്ളും.
അങ്ങനെ മനസ്സിനെ പ്രസന്റ് നിർത്താനാണ് നമ്മൾ ശ്വാസത്തെ ആലംബമാക്കുന്നത് അല്ലെങ്കിൽ ആധാരമാക്കുന്നത്. ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം. മുഖം ഒന്ന് കൈകൊണ്ട് തിരുമ്മി ഫ്രഷ് ആവാം. താങ്ക് യു മഹേഷ്. ഇനി അത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം കൂടുതലായി പ്രോഗ്രസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാവുന്ന സംവേദനകൾ നമുക്ക് ക്ലിയർ ആയി കിട്ടിത്തുടങ്ങും. അങ്ങനെ കിട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ പ്രജ്ഞയുടെ അല്ലെങ്കിൽ പ്രത്യക്ഷ ജ്ഞാനം, അതായത് എന്താണ് എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷമായി നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള അറിവ്, ജ്ഞാനം, അത് നമുക്ക് കിട്ടിത്തുടങ്ങും. അത് കിട്ടുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും എൻ്റെ ശരീരത്തിൽ എന്ത് വൈബ്രേഷനാണ് ഉണ്ടാവുന്നത് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതിനനുസരിച്ച് ആണ് പിന്നീട് അയാൾ പ്രതികരിക്കുന്നത്. വേണ്ടുന്ന കാര്യത്തിന് പ്രതികരിക്കാനും വേണ്ടാത്ത കാര്യത്തിന് പ്രതികരിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു കൈയടക്കം, മനസ്സിന്റെ ഒരു കൈയടക്കം, നിയന്ത്രണം അയാൾക്ക് കിട്ടിത്തുടങ്ങും. കാരണം സെൻസേഷൻസ് വരുന്നതിനെ അയാൾക്ക് ഒബ്സർവ് ചെയ്യാനും അത് തനിയെ മാഞ്ഞു പോകുന്നത് വരെ അതിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ ഉള്ള കഴിവ് അവർക്ക് കിട്ടും. അത് പോകെ പോകെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. ഒരു 10 മിനിറ്റ് ഉണ്ട്, 8 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ബിജു മോൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ബിജു മോൻ? അല്ല സാറ് ഞാൻ ഇച്ചിരി വൈകിയാണ് കയറിയത്. പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറെ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ധ്യാന മാർഗമാണ് വിപස්සന മെഡിറ്റേഷൻ. യാദൃശ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ കയറാൻ പറ്റിയത്. ഞാൻ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി. എന്നാൽ തുടർന്നുള്ള സാറിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ ഉള്ള ദിവസങ്ങളിൽ ഓൺലൈനിലുണ്ട്. ഒരേ ലിങ്കാണ്. ആ ലിങ്ക് തന്നെയാണ് എല്ലാ ആഴ്ചയിലും കയറുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും കഴിയുന്ന ആ പ്രാക്ടീസ് ക്ലാസ്സുകൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയി ആ ക്ലാസ് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് കയറാൻ പറ്റും. അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ പറയുന്ന വാട്സാപ്പിൽ ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന ഇൻവിറ്റേഷൻ്റെ കൂടെ യൂട്യൂബിലെ ആ പ്ലേലിസ്റ്റും കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കഴിഞ്ഞ ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് കാണാനും അതിനകത്ത് എന്താണ് ചെയ്യിപ്പിച്ചതെന്നുള്ള പ്രാക്ടീസും ചെയ്യാനും സാധിക്കും. ഒന്നും മിസ്സാവില്ല. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ജസ്റ്റ് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുകയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി ഞാൻ കയറിയ സമയത്തൊന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇത് പറഞ്ഞായിരുന്നു. ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് പിന്നെ അത് ബ്രീത്ത് ഔട്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് ആ ഒബ്സർവേഷൻ ആണോ നടത്തേണ്ടത്? അത് നമ്മൾ ഹോൾഡ് ചെയ്യണ്ട. ശ്വാസത്തിന് അങ്ങനെയാണല്ലോ. ശ്വാസത്തിന്റെ ഒരു പ്രക്രിയ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ വിടുന്നു, അതിനുശേഷം ഒരു പോസ് ഉണ്ട്. ആ പോസിന് ശേഷമാണ് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത്. അതിനുശേഷം ഒരു പോസിലെത്തും, പിന്നെയാണ് വിടുന്നത്. അത് ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും അങ്ങനെ തന്നെയല്ല. ശ്വാസം എടുത്തു, അതിനുശേഷം ഒരു കുഞ്ഞു പോസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ വിടുന്നത്. പിന്നെ ഒരു കുഞ്ഞു പോസ് ഉണ്ട്, പിന്നെ എടുക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ശ്വാസം പോകുന്നത്. അപ്പൊ ആ പ്രക്രിയയെ നോക്കാനാണ് പറയുന്നത്. നമ്മളായിട്ട് ശ്വാസത്തിന്റെ ഗതിവിഗതികൾ മാറ്റാൻ ശ്രമിക്കരുത്. നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. നമ്മൾ മാറി നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന പ്രക്രിയയെ നമ്മൾ വേറൊരാൾ നോക്കുന്ന പോലെ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്.
ഒരു നദിയുടെ കരയിൽ ചെന്നിട്ട് അതിന്റെ തടത്തിൽ നിന്നിട്ട് ആ നദിയിലേക്ക് നമ്മൾ നോക്കുന്നത് പോലെ മാത്രമാണ് നമ്മൾ അതിനെ നോക്കുന്നത്. അപ്പോൾ ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷൻ ആണ്. ഡിറ്റാച്ച് ചെയ്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ തുടക്കത്തിൽ ശ്വാസവും ആ ശ്വാസം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്തകൾ ഇങ്ങനെ പാറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യാണ്. പിന്നെ ശ്വാസത്തിലുള്ള നമ്മുടെ ആ ഒരു നില അല്ലെങ്കിൽ നിലയുറപ്പിക്കൽ, പ്രസന്റിൽ നിൽക്കുന്ന ആ സമയം, അതിന്റെ ഡ്യൂറേഷൻ കൂടി പോകുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ മനസ്സ് ദൃഢമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും കൂടെ നമ്മുടെ ശരീരത്തിലുള്ള സെൻസേഷൻസ് കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങും. കാരണം നമ്മൾ ശരീരത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടന്ന ഒരു പ്രക്രിയയാണ്. ചിന്തകളിലേക്ക് പോകുമ്പോഴോ പുറത്തേക്ക് നോക്കുമ്പോഴോ അത് നമുക്ക് കിട്ടില്ല. നമ്മൾ ശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് അറ്റൻഷൻ തിരിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ, കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ശരീരത്തുണ്ടാകുന്ന സെൻസേഷൻസിനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിത്തുടങ്ങും. അത് അടുത്ത കുറച്ച് ക്ലാസ്സുകളിൽ കൂടി അത് കിട്ടിത്തുടങ്ങും. അത് വരുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ള ഹാബിറ്റുകൾ, ആ ഓരോ ഫീലിങ്ങിനോടും അല്ലെങ്കിൽ ഓരോ സെൻസേഷനോടും മനസ്സ് പ്രതികരിക്കുന്ന രീതി അത് നമുക്ക് മനസ്സിലാവും. അവിടെ നമുക്ക് നമ്മുടെ ഹാബിറ്റുകളെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതേ പ്രക്രിയ ശ്വാസത്തിലുള്ള അല്ലെങ്കിൽ ആനപാനസതി അല്ലെങ്കിൽ ശ്വാസം ഉച്ഛ്വാസത്തിലുള്ള ശ്രദ്ധ, ആനപാനസതി കൂടുതലായിട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ ശരീരത്തുണ്ടാവുന്ന സെൻസേഷൻസിനെ കുറിച്ചുള്ള ആ ഒരു സെൻസ് നമുക്ക് കിട്ടിത്തുടങ്ങും. അതറിയാൻ പറ്റും. ഓരോ ചെറിയ ചിന്തയ്ക്കും അനുസരിച്ച് ശരീരത്തുണ്ടാവുന്ന മാറ്റങ്ങൾ അത് നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പോഴാണ് പ്രജ്ഞ കിട്ടിത്തുടങ്ങുക എന്ന് പറയുന്നത്. ആ പ്രജ്ഞ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ആനപാനസതി പ്രോഗ്രസ് ചെയ്യുമ്പോൾ പ്രജ്ഞയിലേക്ക് തനിയെ എത്തിക്കും. ഇതൊക്കെ ശരീരത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന സെൻസേഷൻസ് ഒക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല, ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അറിയാത്തത്. മനസ്സ് അസ്വസ്ഥതയുടെ കാരണം, അതിൻ്റെ പരിഹാരം, അതിനുള്ള മാർഗം അതെന്താണെന്ന് കൃത്യമായി പ്രാക്ടിക്കലി നമ്മൾ പറയുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു മതമല്ല, ഇതൊരു ജീവിത രീതിയാണ്. ഏത് മതത്തിലും ഏത് വിശ്വാസത്തിലും ഉള്ള ആൾക്കാർക്കും മനസ്സുണ്ട്, ശരീരമുണ്ട്, അസ്വസ്ഥതയുണ്ട്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ശരിയായ ശീലങ്ങൾ, ശരിയായ മനസ്സിന്റെ നിയന്ത്രണം, മനസ്സിനെ വശപ്പെടുത്തൽ, പിന്നെ മനസ്സിനെ ശുദ്ധീകരിക്കൽ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ശീല, സമാധി, പ്രജ്ഞ. ഇതിൻ്റെ ഏതെങ്കിലും ആരാധനകളില്ല, അന്ധവിശ്വാസങ്ങളില്ല, പൂജയില്ല, വഴിപാടില്ല. ഇത് ബിഹേവിയറലായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിനെ, നമ്മുടെ പെരുമാറ്റത്തെ ആസ്പദമാക്കി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തെ ആസ്പദമാക്കി തന്നെ നമ്മൾ മനസ്സിനെ പഠിക്കുന്നു. നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തർക്കും ഉള്ളിൽ എങ്ങനെ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഏതൊക്കെ ശീലത്തെ നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. ശീലത്തെ സ്വയം കറക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നു. അസ്വസ്ഥതകൾ ഉണ്ടാവുന്ന ചിന്തകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ മനസ്സ് പതറിപ്പോവാതിരിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ ബുദ്ധനാവുന്നു, ഓരോരുത്തർ അവരവരുടെ വെളിച്ചമാവുന്നു, ഓരോരുത്തരും സ്വയം പര്യാപ്തരാകുന്നു, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. നല്ല ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മളിത് മുമ്പോട്ടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, സ്കൂളുകളിൽ ഇതൊരു പദ്ധതിയായിട്ട് തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കേരളം എന്നും ഒരു പുരോഗതിക്ക് വേണ്ടി, പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള ഒരു നാടാണ്. ഇന്ത്യക്ക് എപ്പോഴും മാർഗദർശകമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നാടാണ് കേരളം. സാക്ഷരതയുടെ കാര്യത്തിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ മനസ്സിന്റെ കാലുഷ്യങ്ങൾ, അഡിക്ഷൻസ്, അക്രമവാസന, ഹാർമണി ഇല്ലാത്ത ഒരു സമൂഹം, ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഓരോ വ്യക്തിയെയും നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത്. വ്യക്തികൾ കൂടുന്നതാണ് സമൂഹമാകുന്നത്.
വ്യക്തികളെ നന്നാക്കുക എന്ന് പറയുന്നത് അയാളുടെ മനസ്സിനെ നന്നാക്കുക എന്നുള്ളത്. അത് അവരവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. കാരണം അവരവരുടെ ഫീലിങ്സ് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പാടില്ല, സാധിക്കില്ല. അവനവൻ്റെ ഉള്ളിലുണ്ടായ ഫീലിങ്സിനെ ആസ്പദമാക്കിയാണ് ഓരോരുത്തരും അവനവൻ്റെ ശീലങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ ശീലങ്ങളെ മാറ്റുകയും അവൻ്റെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അയാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഈ പറയുന്ന ഇൻസൈറ്റ് അല്ലെങ്കിൽ വിപස්සന മെഡിറ്റേഷൻ. അപ്പോൾ ഈ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ്, ധമ്മ മൂവ്മെന്റ്, ഇത് കേരളത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്, കേരളം മറ്റുള്ളവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കാളികളാവാനായിട്ടുള്ള അതിൻ്റെ തുടക്കമിടുന്ന കാര്യത്തിൽ പങ്കാളികളായ ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായി അഭിമാനിക്കാം. ഇന്ത്യക്ക് തന്നെ ഒരു മാർഗദർശകമായി കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ ആ ഉദ്യമത്തിൽ പങ്കാളികളായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇനിയുമുള്ള ക്ലാസ്സുകളിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ ശ്രമിക്കുക. ഇത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും കിട്ടേണ്ട ഒരു അറിവാണ്. അതിനു വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ വീഡിയോയും യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന ഈ പ്രാക്ടീസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.